പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ദൈവജനഭാഗം വായിക്കുന്നു. 78-ാം സങ്കീർത്തനം എന്റെ 24-ാമത്തെ വാക്യം. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗധാന്യം അവർക്ക് കൊടുത്തു. പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ദൈവജനത്തിന്റെ ഭാഗങ്ങൾ ചില ചിന്തിച്ചു വരികയാണ്. ഇന്ന് അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. മന്ന വിവിധ നിലകളിൽ ക്രിസ്തുവിനെ ആമേൻ വെളിപ്പെടുത്തുന്നു എന്നുള്ള തിരുവചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നീണ്ട 430 വർഷങ്ങൾ മിസ്രയീമിൽ അടിമകളായി കിടന്ന ജനം ഫറവോന്റെ അടിമത്തത്തിനും ഫറവോന്റെ സൈന്യത്തിന്റെയും ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റ് അവരിൽ നല്ലൊരു ശതമാനം അവിടെ മരണപ്പെട്ടു. അങ്ങനെ കഠിന ഊഴിയവേല ചെയ്ത ഇസ്രായേലിനും ദൈവത്തിനും നിലവിളിച്ച് ദൈവരുടെ കണ്ണുനീര് കണ്ട് അവിടെ നിലവിളി കേട്ട് മോശയും അഹരോനെയൊക്കെ മിസ്രയീമിലേക്ക് അയച്ച് ഇസ്രായേലിനത്തെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഫറവോന്റെ അടിമത്തിന് മടക്കിക്കൊണ്ടുവന്ന ജനത്തിന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ അവർ പ്രവേശിച്ചപ്പോൾ അവരുടെ സ്വഭാവം മാറി. പ്രൈസ് ലോർഡ്. അവർ ദൈവിക പരിപാലനം മറന്നുപോയി ഇസ്രായേൽ ജനം. തുടർന്ന് അവരുടെ ഉള്ളിൽ അവിശ്വാസവും മത്സരവുമാണ് വരുന്നത്. തന്മുഖാന്തരം എന്ത് ചെയ്തു? ഹല്ലേലൂയ. മത്സരികൾക്ക് ദൈവം കഠിനമായ ശിക്ഷ നൽകി. പ്രൈസ് ലോർഡ്. ഇസ്രായേലിന് വലിയൊരു നാശം തന്നെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷമാണ് ഹല്ലേലൂയ ദാവീദിനെ സ്ഥിരപ്പെടുത്തുന്നതായിട്ടൊക്കെ തുടർന്ന് വേദപുസ്തകങ്ങൾ വായിച്ചൊന്നും കാണാൻ കഴിയുന്നത്. അങ്ങനെ കാലാകാലങ്ങളായി ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അന്നും ഇന്നും ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുണ്ട്, ദൈവമക്കളുടെ ഇടയിലുണ്ട്, ജാതികളിലുണ്ട്. പ്രൈസ് ലോർഡ്. എന്നിട്ടും നമ്മുടെ ദൈവം നമ്മെ മറന്നു കളയാതെ നാം എത്രമാത്രം ദൈവത്തോട് മത്സരിച്ചിട്ടും ദൈവത്തോട് നമ്മൾ വലിയ പ്രതികൂലമായി നിന്നിട്ടും തിന്മ ചെയ്തിട്ടും നന്മ മാത്രം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവിൽ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇത്രമാത്രം മത്സരികളായിരുന്ന ഇസ്രായേൽ ജനത്തിന് അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ച് സ്വർഗധാന്യം കൊടുത്തു. പ്രൈസ് ലോർഡ്. അപ്പൊ മന്ന എന്ന അതിന് ഇത് എന്ത് എന്നാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ചോദിച്ചത്. രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ കൂടാരത്തിന് ചുറ്റും മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അവർ പരസ്പരം നോക്കി, ഇതെന്ത്? ഹല്ലേലൂയ. സ്തോത്രം. ആ ഇസ്രായേൽ ജനങ്ങൾ മന്നെ വളരെ ആശ്ചര്യത്തോടു കൂടിയാ കണ്ടത്. ഹല്ലേലൂയ. അവർ സ്വയം ചോദിക്കുക, ഇതെന്താണ്? ഇതുവരെ ഇത്തരം ഒരു ആഹാരം ആകാശത്തിൽ നിന്നും പൊഴിയുന്നത് അവർ അതുവരെ കണ്ടിട്ടില്ല. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഭക്ഷിപ്പാൻ പ്രയോജനമുള്ള, ഭക്ഷിപ്പാൻ ഉതകുന്ന, ഭക്ഷിച്ചാൽ ബലം കിട്ടുന്ന, ശക്തി പകരുന്ന സ്വർഗീയധാന്യം അവർ അതുവരെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. അവർക്ക് ആദ്യമായിട്ടാണ് അവരുടെ കണ്ണിൽ കാണുന്നത്. ഇസ്രായേൽ എത്ര ഭാഗ്യവാന്മാരാണ് ജിനജി. ഈ കാലഘട്ടത്തിൽ നമ്മൾ അസ്വർഗ്യം തന്നെ ഭക്ഷിച്ചിട്ടില്ല. സ്വർഗം നമ്മുടെ മുമ്പിൽ ധാന്യം പൊഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന മന്നയും നമ്മൾ കണ്ടിട്ടില്ല. മന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ മാത്രമാണ് കാണുന്നത്. നമ്മൾ ഉപജീവിക്കണമെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും ചെളിയിലും വിവിധ മേഖലയിൽ ജോലി ചെയ്യണം. ജോലി ചെയ്ത് കഠിനാധ്വാനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കഠിനാധ്വാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നെങ്കിലും അതിന് നമ്മളെ പ്രാപ്തനാക്കുന്നവൻ ഈ കർത്താവാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ഇവിടുന്ന് ബലം തരുന്നത്. ഹല്ലേലൂയ. സാധനങ്ങൾ മഞ്ഞ കഴിച്ച് ബലപ്പെട്ടപ്പോൾ നമുക്ക് കൃപ തന്ന് നമ്മളെ ബലപ്പെടുത്തുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മള് ഹല്ലേലൂയ ഈ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന ഇസ്രായേലിന്റെ 40 വർഷം കൈകൊണ്ട് ഒരു വേല പോലും ചെയ്യാതെ, ശരീരം വിയർക്കാതെ 40 വർഷം ദൈവം അവരെ എന്ത് ചെയ്തു? മന്ന കൊടുത്ത് പരിപാലിച്ചു. പ്രൈസ് ലോർഡ്. അപ്പൊ 40 വർഷം ഇസ്രായേൽ സ്വർഗധാന്യം അനുഭവിച്ചു. അല്ലെങ്കിൽ അത് മുഖാന്തരം എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള 7 ജാതികളെ നീക്കിക്കളയുവാൻ വിധത്തിൽ അവർക്ക് ദൈവം എന്ത് ചെയ്തു? ശക്തി പകർന്നു. അതാണ് സ്വർഗധാന്യം അവർക്ക് കൊടുത്തതിന്റെ കാരണം അവർ കടന്നു ചെല്ലുന്ന ദേശത്ത് വലിയ എതിരാളികൾ നിൽക്കുന്നുണ്ട്. വാഗ്ദത്ത കാനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ ജാതികൾ അവിടെ നിൽക്കുകയാണ്.
അപ്പൊ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത, യുദ്ധം അറിയാത്ത ജനം അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് കരുത്ത് വേണം, ആരോഗ്യം വേണം, ശക്തി വേണം. അതിനുവേണ്ടി ദൂതന്മാർ കഴിക്കുന്ന മനയാണ് ദൈവം അവർക്ക് കൊടുത്തത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ തേൻ കൂട്ടിയ ദോശ പോലെയുള്ള അതിന്റെ സ്വാദ് രുചിച്ചതും അന്നാണ് അവർ ഇസ്രായേൽ. അതിനെന്താ? തേൻ കൂടിയ ദോശ. നമ്മൾ ഏറ്റവും മധുരം കൂടിയ, ഏറ്റവും രുചിയുള്ള സാധനമാണ് തേൻ. നമ്മൾ ഈ ദോശ തേനിൽ മുക്കി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ റൊട്ടിയും ജാമും ഒക്കെ കഴിക്കുന്നവരെ നിങ്ങൾ ദോശ ഇനിയും മേടിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചില തേൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക്, അതിന്റെ രുചി അറിയണമെങ്കിൽ. അപ്പൊ ഇസ്രായേലും അങ്ങനെയാണ് തേൻ കൂടിയ ദോശ പോലെയുള്ള അല്ലെങ്കിൽ ഈ സ്വാദ് അനുഭവിക്കുന്നത്. ഇത് എന്തെന്ന് പ്രത്യേകം ചോദിച്ച ചോദ്യം അതിന്റെ പേരായി. ഹല്ലേലൂയ. 40 സംവത്സരം ഹല്ലേലൂയ ദൂതന്മാരുടെ ഭക്ഷണമാകുന്ന സ്വർഗ്യമന്നെ അപേക്ഷിച്ച് ഇസ്രായേൽ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി മാറി. ഹല്ലേലൂയ. 40 വർഷം കഴിഞ്ഞപ്പോഴത്തേന് കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി മാറി. കാട്ടുപോത്തിന്റെ അടുത്ത് നേരെ അടുക്കാൻ പറ്റത്തില്ല. അതിന്റെ അടുക്കൽ ചെന്ന് അത് വെട്ടി പരിക്കേൽപ്പിക്കും. അതിന്റെ അടുക്കൽ ചെല്ലുന്നവരെ എന്ത് ചെയ്യും? അത് തകർത്ത് കളയും. അല്ലേ എന്ന് പറഞ്ഞ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി ഇസ്രായേലിനെ ദൈവം ശക്തീകരിച്ചിട്ടാണ് കനാനിലേക്ക് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തോട് ഞാൻ ഉള്ള ബന്ധത്തിൽ പറയട്ടെ, സ്വർഗ്യമന്ന അന്ന് അവർ കഴിച്ച് കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി അവർ മുമ്പിലുള്ള ശത്രുവിനെ പരാജയപ്പെടുത്തി കനാൻ കൈവശമാക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ സ്വർഗീയ മന്നയായിരിക്കുന്ന നമുക്കൂടെ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് ക്രിസ്തുവിന് വസിക്കുവാൻ നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്താൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പൈശാചിക ശക്തികളെ, ജാതിശത്തിലെ ശത്രുവിനെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു നടക്കുന്ന ശത്രു സൈന്യത്തെ തകർക്കുവാൻ നമ്മുടെ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അത് മതി കേട്ടോ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നിരിക്കുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരിക. അപ്പൊ ഞാനിതിനെ പറഞ്ഞു, ക്രിസ്തു ഹല്ലേലൂയ ന്റെ നിഴലാണ് ഈ മന്ന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം സൗജന്യമായിട്ടാണ് ഈ മന്ന ഇസ്രായേലിന് 40 വർഷം കൊടുത്തത്. 40 വർഷം ഹല്ലേലൂയ ഈ മന്ന തിന്നാൻ, അല്ലെ ഈ മന്ന ഭക്ഷിപ്പാൻ ഏകദേശം 10-40 ലക്ഷം ജനങ്ങളും ഉണ്ട് ഹല്ലേലൂയ പുറപ്പെട്ടു പോകുന്നതിന്. എന്നാൽ മരുഭൂമിയിൽ ഒരു കൂട്ടം ജനം പെട്ടുപോയിട്ടുണ്ട്. ശേഷം ബാക്കിയുള്ള എല്ലാവർക്കും അല്ലെ ഈ മനയാണ്. പക്ഷെ അതിനൊന്നും 1 രൂപ പോലും വാങ്ങിയില്ല. എല്ലാം സൗജന്യമായി ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നമ്മളത് എവിടെങ്കിലുമൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കും, ഞാൻ ഇന്നയാൾക്ക് ഇന്നത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ നാടുകളിൽ കല്യാണമൊക്കെ നടക്കാറുണ്ട്. കല്യാണം, പ്രൈസ് ദി ലോർഡ്. കല്യാണത്തിന് പണ്ടേയുള്ള ഒരു ആചാരമായിട്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണത്തിന് വരുന്നവർ കൊടുക്കുന്ന സംഭാവന വാങ്ങുവാൻ, അത് ബുക്കിൽ എഴുതുവാൻ വേണ്ടി മുമ്പിൽ ഒരു മേശയും കസേരയൊക്കെ ഇട്ട് അവിടുത്തെ പ്രതിനിധികൾ ഇരിക്കുന്ന കാണാൻ കഴിയും. കൊടുക്കുന്നത് എഴുതി വെക്കാനാ. കൊടുക്കുന്നത് എഴുതി വെച്ചിട്ട് വേണം പിന്നെ അവർ കൊടുക്കുമ്പോൾ അതങ്ങോട്ട് അന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊടുത്താൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് എഴുതി വെക്കും. പക്ഷെ 40 വർഷം മന്ന ദൈവം കൊടുത്തിട്ട് ദൈവം അത് എഴുതി വെച്ചില്ല. സൗജന്യമായിട്ടാണ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് തന്ന സകല നന്മകളും ദൈവം സൗജന്യമായിട്ട് തന്നതാണ്. ഒന്ന് നീ വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ, ഭൂമിയിലെ നിന്റെ അധ്വാനം കൊണ്ട് വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ, നിനക്ക് അധ്വാനിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കി, നിന്നെ ശക്തനാക്കി മാറ്റി നിന്റെ കരങ്ങളിലുള്ള പണം തന്നതുമൊക്കെ യേശു കർത്താവാണ്. ചിന്തിക്കണം, ദൈവമാണ്, വേറെ ആരും നിനക്ക് തന്നില്ല. അങ്ങനെ നിന്റെ അധ്വാന ഫലമാണെങ്കിലും സ്വർഗീയ ചിന്തയിൽ അല്ലെ സ്വർഗീയ അനുഭവത്തിലൂടെ പോകുമ്പോൾ അതെല്ലാം സൗജന്യമാണ്. ദൈവം നമുക്ക് തരുന്നതെല്ലാം സൗജന്യമാണ്. പ്രൈസ്. അപ്പൊ 40 വർഷം ദൈവം ചെയ്ത് അവർക്ക് സൗജന്യമായിട്ടാണ് ഈ മന്ന കൊടുത്തത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്ഷയും എന്താണ്? സൗജന്യമാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മന്ന സൗജന്യമായി ലഭിച്ചതുപോലെ നമുക്ക് യേശുക്രിസ്തുവിലുള്ള രക്ഷയും എന്താണ്? സൗജന്യമായിട്ടാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മയും അവരോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രയും നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യുന്നതത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ഹല്ലേലൂയ, ക്രിസ്തുവിൽ നമ്മെ അവരോടുകൂടി ഉയർത്തിനേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ദൈവമക്കൾ ആക്ഷരികമായി ഭൂമിയിലാണെങ്കിലും ആത്മീയമായ അവൻ സ്വർഗത്തിലാണ്. പ്രൈസ്. എന്നിട്ട് കർത്താവ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടി, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അപ്പൊ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദാനമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഹല്ലേലൂയ മന്ന, അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രു സൈന്യത്തെ തോൽപ്പിക്കുവാൻ കാട്ടുപോത്തിന്റെ ബലം പകർന്ന ആ മന്ന സൗജന്യമായതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് നമുക്ക് ജീവിതം മുന്നേറി ആ സ്വർഗ്ഗ കനാനിലെത്തുവാൻ ദൈവം നമുക്ക് പകർന്നിരിക്കുന്ന സൗജന്യമായ രക്ഷ. പ്രൈസ്. വില കൊടുത്ത് വാങ്ങിയതല്ല, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഈ ലോകത്തിന്റെ നാനാ മോഹങ്ങളിലകപ്പെട്ട് ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കുടുംബത്തിനകത്ത് ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ, അന്യായ പൂരുകൾ, സാത്താന്റെ തന്ത്രങ്ങൾ കുടുംബത്തിനകത്ത് നെരളിക്കുമ്പോൾ ഓർത്തോണം, ഹല്ലേലൂയ, ആമേൻ, നിന്നെ ഒന്ന് വിടിവിക്കുവാൻ ഈ ലോക ശക്തികൾക്ക് കഴിയില്ല. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി, സ്തോത്രം, നിന്നെയും നിന്റെ കുടുംബത്തെയും വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സൗജന്യമായ രക്ഷയെക്കുറിച്ച് ആമീൻ ദൈവമക്കൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ സൗജന്യമായ രക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സാജനത്തിന് സൗജന്യമായി മന്ന കൊടുത്തതുപോലെ ആ മന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നമുക്ക് സൗജന്യമായി ലഭ്യമായി. ഹല്ലേലൂയ. നമുക്കറിയുന്നു, ഭൂമിയിലെ അനേക ജാതിമത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ വിവിധ തലങ്ങളിൽ വിവിധ മേഖലയിൽ ദൈവത്തെ ആരാധിക്കുന്ന, അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നവരൊക്കെ വലിയ വില കൊടുക്കണം. വില കൊടുത്തു വേണം അവരുടെ ദൈവത്തെ വാങ്ങാൻ. ഹല്ലേലൂയ. കാരണം ദൈവത്തിനെ കുറിച്ച് ദൈവത്തിന്റെ വില പറയാൻ പറ്റത്തില്ല. കാരണം അവർ ചെന്ന് ദൈവത്തെ വാങ്ങാൻ നിൽക്കുമ്പോൾ പറയുന്ന വിലയ്ക്ക് വാങ്ങുക. പലരും വില കൊടുത്ത് ദൈവത്തെ വാങ്ങുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തെ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അവനെല്ലാം സൗജന്യമായി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇന്ത്യക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഹല്ലേലൂയ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ രക്ഷയും സ്വർഗീയ പ്രവേശനം ലഭിക്കാൻ വേണ്ടി പിതാവെല്ലാം നമുക്ക് സൗജന്യമായിട്ടാണ് തന്നത്. ഹല്ലേലൂയ. എല്ലാം നമുക്ക് സൗജന്യമാണ് കേട്ടോ. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സൗജന്യമാണ്. നമ്മൾ ഒന്നിനും വില കൊടുക്കണ്ട. നമ്മളെടുക്കുന്ന സ്വോത്ര കാഴ്ചകൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ ഫണ്ടാരപ്പെട്ടിൽ കൊണ്ടിടുന്ന പണം കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷ കരസ്ഥമാക്കാൻ കഴിയത്തില്ല. ചിലരൊക്കെ ചിന്താഗതി പറഞ്ഞ രക്ഷ എന്നുള്ളത് വില കൊടുത്ത് വാങ്ങാം, ഏതോ കമ്പോളങ്ങളിൽ, മാർക്കറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിലോ അമ്പലങ്ങളിലോ മോസ്കുകളിലോ ദൈവാലയങ്ങളിലോ പോയാൽ ഈ രക്ഷ കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നം, അങ്ങനെയൊന്നും രക്ഷ കിട്ടത്തില്ല. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ സ്തോത്രം വചനം പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി പല മേഖലകൾ ഓടി നടക്കുമ്പോൾ അവിടെ എങ്ങും രക്ഷയില്ലെന്നാണ് വചനം പറയുന്നത്. ഈ സൗജന്യമായ രക്ഷ ഏതാണ്? യേശു മാത്രം. 40 വർഷം സ്വർഗീയ മന്ന സൗജന്യമായി കൊടുത്ത ആ മന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ആ മന്ന വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് സൗജന്യമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്ഷ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ.
അപ്പൊ മന്ന വീണ് കിടന്നത് ഭൂമിയിലാണെന്ന് അല്ലറിയ നമുക്ക് മനസ്സിലാക്കാം. ഈ മന്ന വീണ് കിടന്നത് ഭൂമിയിലാണെന്ന് പുറപ്പാട് പുസ്തകം 16:14 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: വീണ് കിടന്ന വീണ് കിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പന്റെ മാതിരി ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽ മക്കൾ അത് കണ്ടപ്പോൾ എന്തെന്നറിയായികയാൽ ഇത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഈ മന്ന നല്ല നിലത്ത് ഭൂമിയിലാണ് വീണ് കിടന്നത്. ഹല്ലേലൂയ. ഈ മന്ന നിലത്ത് ഭൂമിയിൽ വീണ് കിടന്നുള്ള യേശു പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു. മന്ന നിലത്ത് വീണ് കിടന്ന് മഞ്ഞു മാറിയ ശേഷം ഇസ്രായേൽ മക്കൾ ആ മന്നയെടുത്ത് ഭക്ഷിച്ച് ബലപ്പെടുത്തി അവർ ശക്തി പ്രാപിച്ചതുപോലെ ഈ പുതിയ നിയമസഭ മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് യേശു വന്നുവെന്ന് പ്രൈസറോ. അതുകൊണ്ടാണ് 1 തീമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഹല്ലേലൂയ. അപ്പൊ യേശു എന്തിനാ വന്നത്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, ഹല്ലേലൂയ, എന്നുള്ള വിശ്വാസം, ഹല്ലേലൂയ, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്, ഹല്ലേലൂയ എന്ന് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. പൗലോസ് ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തത് കർത്താവായ യേശുക്രിസ്തു കൊടുത്ത സൗജന്യമായ രക്ഷയാണ്. പഴയ നിയമത്തിലെ മാന്യമായിരിക്കുന്ന പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവാണ് പാപികളിൽ ഒന്നാമനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ രക്ഷയെ പകർന്നു കൊടുത്തത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുകയാണ്, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ദൈവത്തിന്റെ കരുണ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നാം ദൈവത്തിന്റെ കരുണ ലഭിച്ചവരായിരിക്കണം. പ്രൈസ്. മനുഷ്യന്റെ കരുണയിലല്ല നമ്മൾ ജീവിക്കരുത്, ദൈവത്തിന്റെ കരുണയിലാണ്. പ്രൈസ്. നീ എത്ര പാപിയായിരുന്നാലും, ലോകം നിന്നെ വെറുത്താൽ, ലോകം നിന്നെ നിന്ദിച്ചാലും അപമാനിച്ചാൽ, എല്ലാവരും നിന്നെ ഒഴിവാക്കി നിർത്തിയാലും, ലോകത്തിന്റെ മനുഷ്യൻ മുമ്പിൽ നീ പാപി എന്നവർ നിന്നെ വിധി എഴുതി മുദ്ര കുത്തിയാലും, നിന്റെ പാപത്തെ തുടച്ചു മാറ്റുവാൻ, നിന്റെ അകൃത്യങ്ങളെ തുടച്ചു മാറ്റി നിന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലനാക്കി എടുക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റിയെടുക്കുവാൻ, പൗലോസിനെ വിശുദ്ധനാക്കി മാറ്റിയതുപോലെ, പൗലോസിലേക്ക് ദൈവം സൗജന്യമായ രക്ഷ പകർന്നതുപോലെ ദൈവം നിന്റെ ഉള്ളിലേക്ക് ആ സൗജന്യമായ രക്ഷയെ നൽകി നിന്നെ വിശുദ്ധീകരിച്ചെടുക്കുവാൻ ദൈവം നിന്നോടും കരുണ കാണിക്കുന്നു. എന്താ ചെയ്യണം? എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരം. കാലം ഇനി അധികമില്ല. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം വരെ ഏറ്റവും ആസനമായി. അവന്റെ വരവ് വൈകിട്ടോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ രാവിലെയും നമ്മൾ അറിയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും യേശു വരാം. അവൻ കളനെ പോലെ വരുമെന്ന സമയം പറഞ്ഞിട്ടല്ല വരുന്നത്, നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടല്ല വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാക്കെടുക്കുന്ന മധ്യാകാശത്തിൽ ഏത് സമയം വരുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ, ഹല്ലേലൂയ, ഉറപ്പോടുകൂടി പൗലോസ് പ്രാപിച്ചതുപോലെ ആത്മരക്ഷ നീ പ്രാപിക്കണം. ഇസ്രായേൽ മക്കൾ മന്ന കഴിച്ച് കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ജാതികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന നിലയിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തിയതുപോലെ കർത്താവായ യേശുക്കളുടെ കൃപയും കരുണയും ദയയും വിശ്വസ്തയും ദീർഘക്ഷമയും നീ പ്രാപിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി കർത്താവിന്റെ വരവിന് വേണ്ടി നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. പ്രയേശരോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ കർത്താവിന്റെ വരവിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പാപത്തിന് സമർപ്പിക്കപ്പെട്ട, പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീക്കിക്കളയുവാൻ നിന്റെ മാനുഷികമായ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നിന്റെ ഹൃദയത്തിന്റെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ടും കഴിയുകയില്ലെന്ന് രക്തം ചെയ്യും. പ്രൈസറോ. ചിലരൊക്കെ ബുദ്ധിയുടെ പ്രമാണം കണ്ടാ ചിലർ നടക്കുന്നത്. അവർ ചെയ്യുന്നതുകൊണ്ട് പാപത്തിന് പരിഹാരം, ഒരിക്കലും പാപപരിഹാരം ഭൂമിയിൽ ഒരു മനുഷ്യനും തരാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ ഭൂമിയിലെ ഒരു മത നേതാവിനും കഴിയില്ല. ഒരു മതത്തിന്റെ പുരോഹിതന്മാർക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയക്കാർക്കും തരാൻ കഴിയത്തില്ല.
മനുഷ്യന്റെ പാപത്തിന് പരിഹാരം തന്ന് ആ പാപം പരിഹരിച്ച് എന്നെ വിശുദ്ധനാക്കി മാറ്റിയെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം നീ വരുത്താം. പാപികൾ ഒന്നാമനായ പൗലോസിനെ ആമേൻ യേശു ശുദ്ധീകരിച്ചതുപോലെ നീ ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അതുകൊണ്ടാണ്. അപ്പൊ വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് സുവിശേഷത്തിന്റെ സമഗ്ര സംഗ്രഹമാണ് ഈ വാക്യം. പിതാവിനോട് സമനായിരിക്കുന്നവൻ ഈ പാപമണ്ഡലത്തിലേക്ക് അവതരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവേ, പിതാവിനോട് സമനായിരുന്നവൻ പിതാവിനോട് സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു എന്ന് പറഞ്ഞ് ഈ പാപമണ്ഡലത്തിൽ നമുക്ക് വേണ്ടി അവതരിച്ചു. അവൻ മുഴു ലോകത്തിന്റെയും രക്ഷകനായിട്ടാണ് അവതരിച്ചത്. യേശു അങ്ങനെ മുഴു ലോകത്തിന്റെയും രക്ഷകനായിട്ടാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച വചനമുണ്ടല്ലോ മന്നയെ കുറിച്ച്. പഴയ നിയമ വിശ്വാസികൾ മുഴുവൻ ജനത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം മന്നയെ കൊടുത്തതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഈ പാപലോകത്തിലേക്ക് ഈ പാപമണ്ഡലിലേക്ക് വന്നത് മുഴു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിയുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ? അത് വിശ്വാസവും ക്രിസ്തീയ അനുഭവത്തിന്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രഖ്യാപനവുമാണ് ഇവിടെ പറയുന്നത്. ഏവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. പൗലോസിനെ പോലെ പാപികളിൽ പ്രമുഖരായവരെ പോലും രക്ഷിപ്പാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. പാപികളിൽ പ്രമുഖനായിരുന്നു ഈ പൗലോസ്. ഹല്ലേലൂയ. ഞാനൊക്കെ എന്റെ സാക്ഷ്യത്തെ കുറിച്ച് നിനക്കത് രേഖപ്പെടുത്തി വിട്ടു. ഞാൻ ഈ പൗലോസിനെ പോലെ പാപികൾ ഒന്നാമനായിരുന്നു. സഹോദരൻ, ഞാനൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്റെയൊക്കെ വീടിന് ചുറ്റും പെന്തക്കോസ്ത് പള്ളി 4 ഉണ്ടായിരുന്നു. വീടിന് ചുറ്റും ഞങ്ങളുടെ പറമ്പിന്റെ അതിൽ പെന്തക്കോസ്ത് പള്ളിയുണ്ട്, താഴെയും മുകളിലും ഒക്കെ ആയിട്ട്. എന്നിട്ടും 36 വയസ്സ് വരെ പാപികളിൽ ഒന്നാമനായി പൗലോസിനെ പോലെ ഈ ലോകത്തിന്റെ ജഡികമായ മോഹങ്ങൾക്ക് വിധേയപ്പെട്ട് മനുഷ്യന്റെ മുമ്പിൽ ആമേൻ രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിച്ച് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രമാണങ്ങളും ഞാനും ചെയ്ത് പോകുന്നൊരു കാലഘട്ടമുണ്ട്, ബുദ്ധിയുടെ പ്രമാണത്തിലൂടെ. പക്ഷെ എന്റെ പാപത്തെ പരിഹരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്റെ 36-ാമത്തെ വയസ്സിലാണ് എന്റെ പാപത്തിന് പരിഹാരം നൽകുന്നവൻ, എന്റെ പാപത്തെ ക്ഷമിക്കുന്നവൻ, എന്നോട് കരുണ കാണിക്കുന്നവൻ, പാപികൾ ഒന്നാമനായ പ്രമുഖനായ പൗലോസിനെ ദൈവം മാനസാന്തരത്തിൽ നയിച്ചതുപോലെ എന്റെ പാപത്തിന് ദൈവം വിടുവിച്ചു. പഴയ നിയമ ഇസ്രായേലിന് ദൈവം മന്ന കൊടുത്തവരെ ശക്തിപ്പെടുത്തിയ പോലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ശക്തി പകർന്ന് പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്ന് അവിടുത്തെ കൃപയാലിനെ ദൈവം വീണ്ടെടുത്തു. എനിക്ക് കിട്ടിയ രക്ഷ സൗജന്യമാണ്. ഞാൻ ഒന്നും കൊടുത്തു വാങ്ങിയതല്ല, എല്ലാം ദൈവം എനിക്ക് സൗജന്യം തന്നതാണ്. പ്രൈസലോ. അതേ രക്ഷ നിങ്ങൾക്ക് സൗജന്യമാണ് തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ കൈ കുറിപ്പോയിട്ടില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ വായിക്കാറുണ്ട്. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാവുന്നവരുടെ കൈ ഉറിപ്പോയില്ല, കേൾപ്പാൻ കഴിയാവുന്നവരുടെ ചെവി മന്ദമായിട്ടുമില്ല. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിന്റെ ഏത് സ്വഭാവത്തെ അറിയുന്നവൻ യേശുവാ. നിന്റെ രഹസ്യ പാപങ്ങളെ അറിയുന്നവൻ യേശുവാ. നിന്റെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ അറിയുന്ന ദൈവമാ. നിന്റെ സ്വമേധ പാപങ്ങളെ അറിയുന്ന ദൈവമാ. ആരും കാണരുതെന്ന് വെച്ച് നീ മൂടി വെച്ചുകൊണ്ട് നടക്കുന്ന പാപത്തെ പോലും കാണുന്നവൻ യേശുവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ അങ്ങനെ ആരും കണ്ടില്ല, പാപം ചെയ്തിട്ട് പാപം ചെയ്തിട്ട് ഇടവും വലവും മുമ്പും ഒക്കെ നോക്കിയിട്ട് ആരും കണ്ടില്ല, രക്ഷപ്പെട്ടേക്കാന്ന് പറഞ്ഞ് പോകുന്ന അനുഭവം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊക്കെ അങ്ങനെയുള്ള അനുഭവത്തിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് പാപത്തിന് വേണ്ടിയിട്ട് ഇടവും വലവും മുമ്പും ആരും കണ്ടില്ല, ഓടി ഒളിച്ച സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ലോകം കണ്ടില്ലെങ്കിലും, നിയമാധികാരികൾ കണ്ടില്ലെങ്കിലും, മനുഷ്യന്റെ കണ്ണിനെ മറയ്ക്കാൻ കഴിഞ്ഞാലും നിന്റെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളും സ്വമേധ പാപങ്ങളും നിന്റെ അകൃത്യങ്ങളും നിന്റെ ജീവിതത്തിലെ രഹസ്യപാപങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. രാത്രിയായാലും പകലായിരുന്നാലും സമയത്തിന്റെ ഏത് മണിക്കൂറിലായിരുന്നാലും അല്ലെങ്കിൽ നീ ചെയ്യുന്ന സകല അകൃത്യങ്ങളും കാണുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തി, കുടുംബത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന, കുടുംബത്തിന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്ന, കുടുംബത്തിലെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ പാപം നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തുന്നതിനെ വശീകരിച്ച് പാപമോഹങ്ങളിൽ നിന്നെ കറക്കി പിശാച് നിന്റെ കൊണ്ട് പാപം ചെയ്യും. അത് മുഖാന്തരം കുടുംബത്തിൽ ശാപം വരും. ആ ശാപം നിന്റെ മക്കളെ മേൽ നാലാം തലമുറ, അങ്ങനെ 1000 തലമുറ നീണ്ടു നിൽക്കുന്ന അത് പാപം തലമുറയായി മാറി വരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, നിന്റെ സ്വമേധ പാപങ്ങളും രഹസ്യ പാപങ്ങളും മറഞ്ഞിരിക്കുന്ന പാപങ്ങളും നിന്റെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങളെ നീ യേശുവിന്റെ ഏറ്റുപറയണം. പാപത്തെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാത്തിടത്തോളം കാലം നിനക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയില്ല. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചു. അവർക്ക് തിന്മാൻ ഇറച്ചു കൊടുത്തു, അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ടും ദുർവൃത്തത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങളും മരുഭൂമിയിൽ പട്ടുപോയി. ഹല്ലേലൂയ. 20 വയസ്സിന് താഴോട്ടുള്ളവർക്ക് മാത്രമാണ് സ്വർഗീയ അനുഭവത്തിലൂടെ സ്വർഗദാനം കഴിച്ചുകൊണ്ട് വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് നിന്റെ പാപ സ്വഭാവം കൊണ്ട്, പാപ ജീവിതം കൊണ്ട്, പാപത്തിൽ നീ വസിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവി നിനക്ക് തെറ്റുപറ്റി. നിന്റെ മതം അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രമാണം അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ അതിൽ വിശ്വസിപ്പിച്ചതിന്റെ മനസ്സിനെ പതറിച്ചിട്ടുണ്ടെങ്കിൽ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. പാപത്തിന് പരിഹാരം നൽകി സൗജന്യമായ രക്ഷ നൽകുന്ന യേശുവിലൂടെ നീ രക്ഷ പ്രാപിക്കണം. രക്തം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാന സന്തോഷമുണ്ടോ? എന്റെ ജീവിതത്തിൽ സമാധാന സന്തോഷമുണ്ടോ? കുടുംബം മുഴുവൻ പാപമല്ലേ? അല്ലെങ്കിൽ ലോകത്തിൽ ഇന്നത്തെ കണക്ക് ചിന്തിച്ചാൽ 100% നമ്മുടെ കുടുംബങ്ങളെ എടുത്താൽ ഒരു 90% കുടുംബങ്ങളുടെ വീട്ടിനകത്തും മദ്യമുണ്ട്. മദ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നുകളുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ വലിച്ചു തള്ളുന്ന സാധനങ്ങളെല്ലാം നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവച്ച് നിന്റെ പോക്കറ്റിലും കീശയിലുമായിട്ട് നീ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം അറയ്ക്കുന്ന പാപങ്ങളെ നിന്റെ ജീവിതം നീക്കിക്കളയണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വേണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ ഈ 2000 കാലയളവ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഏതാണ്ട് 88 യൂണിയൻ പണിക്ക് ഇറങ്ങിയ ആളാണ്. യൂണിയൻ പണി, തടിപ്പണി, ലോഡിങ്. ഹല്ലേലൂയ. സകല പണികളും ഞാൻ ചെയ്ത് ജീവിച്ചു വന്നവനാ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സിഗരറ്റ് ദിനേശ് പിടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ വളരെ വലിച്ച് തള്ളിയാണ്. ഒരു ദിവസം 10 പാക്കറ്റ് 12 പാക്കറ്റ് ദിനേശ് പീഡിയൊക്കെ 2 പാക്കറ്റ് സിസർ ഫിൽറ്ററൊക്കെ അന്ന് വരികയായിരുന്നു. ദൈവം വെറുക്കുന്ന പാപം, ദൈവം അറയ്ക്കുന്ന പാപം. ഹല്ലേലൂയ. അതിനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തന്നത് കർത്താവായ യേശുവാ. സൗജന്യമായ രക്ഷ എനിക്ക് തന്ന കാട്ടുപോത്തിന്റെ ബലമുള്ളവനായി എന്നെ തീർത്തെടുത്തത് സ്വർഗീയമാന്യായിരിക്കുന്ന യേശുക്രിസ്തു എന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. സ്വർഗീയമാന്യായിരിക്കുന്ന യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, യേശുവിൽ വസിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ പാപ സ്വഭാവങ്ങളെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതെ, നമ്മൾ മാനസാന്തരം മടങ്ങി വരണം. സമാധാനത്തോടെ ഞാൻ ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം തന്ന രക്ഷ മുഖാന്തരമാണ്. എനിക്ക് മുമ്പിൽ നരകമായിരുന്നു, എനിക്ക് മുമ്പിൽ പാതാളമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ പാതാളമായിരുന്നു, നരകമായിരുന്നു. ഞാൻ മരിച്ചാൽ നരകത്തിലേക്ക് മാത്രം, പാതാളത്തിലേക്ക് മാത്രം പോകേണ്ടി എന്നെ പാതാളത്തിന് വിട്ടുകൊടുക്കാതെ, നരകത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗമഹിമകളെ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നെന്റെ പാപം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തോടെ രക്തം വരുന്ന സൗജന്യമായ രക്ഷ വന്ന യേശുവിന്റെ രക്തത്തിലൂടെ എന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് പ്രത്യാശയുള്ള ജീവിതം തന്ന എനിക്കും വീഴുന്ന ശത്രുസൈന്യത്തെ, പാപത്തിന്റെ മോഹങ്ങളെ തകർത്ത് കളയുവാൻ ആത്മാവിന്റെ ശക്തി തന്നെ നിർത്തിയിരിക്കുന്ന യേശുവ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാപത്തെ ജയിക്കണം കേട്ടോ. ഹല്ലേലൂയ. ശാപത്തെ ജയിക്കണം.
ശാപം മാറ്റാൻ വേണ്ടി, പാപം മാറ്റാൻ വേണ്ടി ഉലകം ചുറ്റി നീ നടക്കണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുകൊണ്ട്, ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നോടൊപ്പം പറയാം, കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പാപം മുഖാന്തരം, എന്റെ രഹസ്യ പാപം, മറഞ്ഞിരിക്കുന്ന പാപം, എന്റെ സമേത പാപം, ആരും കണ്ടില്ല എന്ന് വെച്ച് ഞാൻ ചെയ്തു പോയ പാപങ്ങൾ മുഖാന്തരം എന്റെ കുടുംബത്തിലും എന്റെ ജീവിതത്തിൽ പ്രവേശിച്ച പാപം, അത് ശാപമായി ഞാനും എന്റെ കുടുംബവും തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണുനീര് മാത്രമാണപ്പാ എന്റെ കുടുംബത്തിൽ. അതിനൊരു മോചനം വേണമേ എന്ന് പറഞ്ഞ് നീ ദൈവത്തിന്റെ ഒരുപാട് വീട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, മനസ്സരിവുള്ള പിതാവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ പാപത്തിന് പരിഹാരം തന്ന് നിന്റെ പാപത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി, മക്കളാക്കി മാറ്റി നിത്യയുടെ അനുഭവത്തെ ദൈവം നിന്നെ നടത്തും. നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ആര് പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും ബന്ധനമാണെന്നാ പറയുക. എന്ത് ബന്ധനമാ? എങ്ങനെ ഈ ബന്ധനം വരും? നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് ബന്ധിക്കപ്പെടുന്നത്. നീ മദ്യപിക്കുമ്പോൾ നീ പാപത്തിൽ ബന്ധിക്കപ്പെടുന്നു. നീ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ പാപത്തിൽ ബന്ധിക്കപ്പെടുന്നു. നീ പുകയില വിൽപ്പന പാപത്തിൽ ബന്ധിക്കുന്നു. നീ പോഷ്ക്ക് പറയുമ്പോൾ പാപം ബന്ധിക്കുന്നില്ലേ? നീ മറ്റുള്ളവനെ ഉപദ്രവിക്കുമ്പോൾ, മറ്റുള്ളവരെ അതിന് തോണ്ടുമ്പോൾ, മറ്റുള്ളവരെ മോഷ്ടിച്ചെടുക്കുമ്പോൾ, അന്യന്റെ ഭാര്യയെ മോഹിക്കുമ്പോൾ, അന്യന്റെ ഭാര്യയെ നീ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നീ പാപത്തിൽ ബന്ധിക്കപ്പെടുകയാണ്. അന്യന്റെ വീട്ടിൽ വളർന്ന പിള്ളേരെ നീ തട്ടിക്കൊണ്ടു പോകുമ്പോൾ, വശീകരിച്ചുകൊണ്ട് നീ പാപത്തിൽ ബന്ധിക്കപ്പെടുകയാണ്. നീ പാപിയായി മാറുക. എന്റെ ശാപം നിന്റെ കുടുംബത്തിലേക്ക് വാരി വന്ന് ഹല്ലേലൂയ. അവിടെ നിന്റെ പാപ സ്വഭാവങ്ങളെ മാറ്റി നീ മടങ്ങി വരണം. രക്തം ചെയ്യും. അപ്പം മന്ന സകല ടോണിക്കുകളെക്കാളും മികച്ച ടോണിക്കാണ്. മന്ന ഭൂമിയിലുള്ള സകല ടോണിക്കുകളെക്കാളും മികച്ച ടോണിക്കാണ്. ഭൂമിയിൽ വില കൂടിയ വിവിധ ടോണിക്കുകളുണ്ട്. കുട്ടികൾക്ക് ക്ഷീണം വരുമ്പോൾ, നമുക്ക് ക്ഷീണം വരുമ്പോൾ, നാം ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ വിവിധ ടോണിക്കുകൾ എഴുതി തരും. ഇത് മേടിച്ച് കഴിക്കുക രക്തം ഉണ്ടാകാനാ, ആരോഗ്യം ഉണ്ടാകാനാ, പുഷ്ടി ഉണ്ടാകാനാ, മക്കൾ നന്നാകാനാ, നമ്മൾ നന്നാക്കാനാ, രക്തഓട്ടം നന്നായിട്ടുണ്ടാകാനാ എന്നൊക്കെ പറഞ്ഞ് വിവിധ ടോണിക്കുകൾ നമുക്ക് ഡോക്ടർ തരും. മാറി മാറി നമ്മൾ പല ടോണിക്കുകൾ കഴിക്കും. സകല വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്ന ഗുളികകളെല്ലാം നമുക്ക് തന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ, നമ്മളെ സൗഖ്യമാക്കാൻ ഡോക്ടർമാർ നോക്കും. അങ്ങനെയൊക്കെ നോക്കുന്ന ഈ സാഹചര്യം പലതും പരാജയപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്നവർ സ്നേഹിത ഞാൻ പറയട്ടെ, ഈ മന്ന എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സകല ടോണിക്കിനേക്കാളും ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയതാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് ടോണിക്ക് കുടിച്ചിട്ട് പോലും കുട്ടികൾക്കും മുതിർക്കും മാറ്റം വരുന്നില്ല. എന്നാൽ ഇന്ന് ടോണിക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ടോണിക്കൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ ചേർത്ത്, രാസപദാർത്ഥങ്ങൾ ചേർത്ത് ടോണിക്കുണ്ടാക്കി മധുരം ചേർത്തത് എനിക്കും നിങ്ങൾക്കും വിളമ്പി ഈ കാലഘട്ടത്തിൽ ലോകം തരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തിന് 40 വർഷം കൊടുത്ത മന്ന അതൊരു ടോണിക്കായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 40 വർഷം അവരത് കഴിച്ചു. അവർക്ക് രോഗമുണ്ടായിട്ടില്ല, അവർ ക്ഷീണിച്ചു പോയിട്ടില്ല, അവിടെ തൊലി ചുടുങ്ങിയിട്ടില്ല, അവിടെ പല്ല് കൊഴിഞ്ഞിട്ടില്ല, അവിടെ കണ്ണിന് കാഴ്ചക്കുറവ് വന്നിട്ടില്ല, അവിടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, വസ്ത്രം പഴകിയിട്ടില്ല, അവർ ജീവന്റെ പുതുക്കത്തിലാ. അപ്പം മന്ന എന്ന് പറയുന്ന സകല ടോണിക്കിനേക്കാൾ ശ്രേഷ്ഠമാണ്. പുതിയ നിയമത്തിൽ കേട്ട കർത്താവായ യേശുക്രിസ്തു ആണല്ലോ മന്ന. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സകല ടോണിക്കിനേക്കാൾ ശ്രേഷ്ഠമായ ടോണിക്ക് യേശുക്രിസ്തു, മന്നയായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ മേൽ വരുമ്പോൾ നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളെ ദൈവം മാറ്റിത്തരും. നിന്റെ ബലഹീനതയെ മാറ്റി നിന്നെ പുഷ്ടിയുള്ളവളാക്കി മാറ്റും ദൈവം. അപ്പം മന്ന സകല ടോണിക്കിനേക്കാളും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അപ്പൊ സകല വൈറ്റമിനേക്കാളും ഹല്ലേലൂയ ശ്രേഷ്ഠതയുള്ളതായിരുന്നു മന്ന എന്ന് പറയുന്നത്. ആകയാൽ അവർ കാനാനിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള 7 ജാതികളെയും 31 രാജാക്കന്മാരെയും എളുപ്പം ജയിപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കണം എന്ത് ചെയ്യണം? അവരുടെ 7 ജാതികളെ 31 രാജാക്കന്മാരെ. ഹല്ലേലൂയ. 7 ജാതികളും 31 രാജാക്കന്മാരും 31 രാജാക്കന്മാരുടെ ശക്തന്മാരായിരിക്കുന്ന സൈന്യത്തെ, പോരാളികളെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേലിന് ദൈവം കൊടുത്തതും മന്നയാ. മന്ന എന്ന് പറയുന്ന സാധനം അവർ കഴിച്ചപ്പോൾ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി മാറി. 7 ജാതികളെ 31 രാജാക്കന്മാരുടെ സൈന്യത്തെ തകർക്കുവാൻ ഇസ്രായേലിന് നൊട്ടിയിടയിൽ കഴിഞ്ഞത്. രക്തം ജയം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ യേശുവിനെ നമ്മൾ ചിന്തിച്ചു വയ്ക്കും. നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രു സൈന്യത്തെ തകർക്കുവാൻ നൊട്ടി നേരം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് 7 ജാതികളെ 31 രാജാക്കന്മാരെ അവർ എളുപ്പം ജയിപ്പാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിലുള്ള വെള്ളരിക്കയും മത്തങ്ങയും ഭക്ഷിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ പരാജയപ്പെട്ടു പോയനെ.
മിസ്രൈമിൽ അവർക്ക് കിട്ടിയത് എന്താ? വെള്ളരിക്കയും മത്തങ്ങയും ചുറ്റുള്ളിയും ഒക്കെ അവർക്ക് കിട്ടിയത്. അത് കഴിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്ത്, അവർ കഴിച്ചുകൊണ്ട് അവർ വലിയ മുന്നോട്ട് പോയതെങ്കിൽ ഈ 7 ജാതികളെ 31 രാജാക്കന്മാരുടെ സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചറിവുള്ള, അതേക്കുറിച്ച് അവരെ അറിയുന്ന ദൈവം എന്ത് ചെയ്തു? സ്വർഗീയദാനം ദൂതന്മാരുടെ ആഹാരം കൊടുത്തു. പ്രൈസലോ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമ്മൾ ഈ ലോകത്തിന്റെ മിസ്രൈമിലെ സ്തോത്രം, മിസ്രൈമിലെ അല്ലെ സ്തോത്രം, വെള്ളരിക്കയും മത്തങ്ങയും ചുറ്റുള്ളിയൊക്കെ കഴിച്ച് വിശ്രാഞ്ചനം നടന്ന പോലെ ഇവിടുത്തെ പാപത്തിന്റെ ബന്ധനത്തിനകത്ത് നീ വീണ്, പാപത്തിന്റെ പ്രമാണത്തിലൊക്കെ വീണ് നീ അതും കണ്ട് നടക്കാതെ നിന്നെ പാപത്തിന് പിടിപ്പിക്കുവാൻ കഴിയുന്ന പ്രമാണ സത്യവേദ പുസ്തകം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകി തിരുവെഴുത്ത് അതിന്റെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കണം. യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള യുദ്ധം എന്താണ്? ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം മുമ്പിലുണ്ടായിരുന്നു. അവർ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് മുമ്പിൽ യുദ്ധനിരതരായ യുദ്ധത്തിന് തയ്യാറായി നിൽക്കും വലിയ സൈന്യമുണ്ട്. 7 ജാതികൾ 31 രാജാക്കന്മാരുടെ സൈന്യം നിൽപ്പുണ്ട്. അവരെ കനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ കനാനും ചുറ്റും കാവലായിട്ടുണ്ട്. അവരെ ജയിപ്പാൻ ഇസ്രായേലിനെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന യുദ്ധം എന്താണ്? അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിന്റെ ഒരു അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുള്ള വാഴ്ചകളുടെ അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധിപതികളും സ്വർഗ ദുഷ്ടസേനയോടും എത്രയെന്ന് അവിടെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എത്ര അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിച്ചിട്ട്, അതേ ഒരു ദുർദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കും ധരിച്ചുകൊള്ളുവിൻ. അതെ, പുതിയ നിയമസഭയ്ക്ക് ഒരു ദുർദിവസമുണ്ട്. ഹല്ലേലൂയ. നിന്നെ സാഹചര്യത്തിൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ 7 ജാതികൾ 32 സൈന്യവും നിന്നതുപോലെ നമുക്ക് ആ സ്വർഗീയ കാനാനിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ, നിത്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാല ലോകാധിപതി ദുഷ്ടാത്മസേന നമുക്ക് മുമ്പിൽ നിൽക്കുക. ആ ദുർദിവസങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് പരാജയപ്പെടുത്തി സകലത്തിൽ സമാപിച്ച് മുമ്പിൽ നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർക്കം ധരിക്കണം. രക്തജയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെയാ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ ജയം പ്രാപിപ്പാനായി കർത്താവ് ദൈവവചനമാകുന്ന ആത്മീയ മഞ്ഞ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ പോരാട്ടത്തിൽ, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ അവർക്ക് കനാന്യ ജാതികളെ ജയിപ്പാൻ ഹല്ലേലൂയ ദൈവം കൊടുത്തത് സ്വർഗ്യമന്യ. ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് എനിക്കും നിങ്ങൾക്കും നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ, അതിനെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നമ്മെ ശക്തമാക്കുന്നത് ദൈവവചനമാകുന്ന മന്നയാണ്. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന മന്ന നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് ഹല്ലേലൂയ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം യേശു മരുഭൂമിയിൽ ആമേനായിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. ഹല്ലേലൂയ. യേശുവിന് വിശന്നു എന്നറിഞ്ഞ സാത്താൻ യേശുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ ദൈവപുത്രനെങ്കിൽ ഈ അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു സാത്താൻ. എന്നിട്ട് യേശുവോട് പറയാം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ അപ്പമായി തീരാൻ കൽപ്പിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് ഞാൻ ഒരിക്കൽ ഇവിടെ ചാവക്കാട് കടപ്പുറത്ത് സുവിശേഷ പ്രതിയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അത് അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന കുറെ ആളുകൾ എൻ്റെ എനിക്ക് കൂടെ കിടന്ന് ഞാൻ ട്രാക്ട് കൊടുത്തു. അപ്പൊ അതിലൊരു ബിരുദൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, യേശു കടലിന്മേൽ നടന്നല്ലോ, അത് താങ്കൾക്ക് നടക്കാൻ പറ്റുമോ? യേശു കടലിന്മേൽ നടന്ന് താങ്കൾക്ക് നടക്കാൻ പറ്റുമോ? താങ്കൾക്ക് നടക്കാൻ പറ്റുവാണ് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കടലിന്മേൽ നടന്നിട്ട് താങ്കൾ യേശുവിനെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്ന സത്യവചനം, ആ വചനം കേട്ട് താങ്കൾ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ താങ്കൾ വിശ്വസിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു, താങ്കൾ കടലിന്മേൽ നടക്കണം. ഞാൻ പറഞ്ഞത് കടലിന്മേൽ നടക്കാൻ വന്നതല്ല, നടന്നവനെ വെളിപ്പെടുത്താൻ വന്നതാ. അല്ലെങ്കിൽ ചിലരൊക്കെ അങ്ങനെ കേട്ടോ,
നമ്മുടെ ഒരിക്കലുള്ള കുരുട്ടി യുദ്ധം. പക്ഷെ ഞാൻ കടലിന്മേൽ നടന്ന് ഒരു സാഹസ്യത കാണിക്കാൻ വേണ്ടി വന്നതല്ല. കടലിന്മേൽ നടന്ന് വന്നവൻ ഒരുവനുണ്ട്. കടലിന്മേൽ നടന്നവൻ ഒരുവനുണ്ട്. അവനെ ഞാൻ വെളിപ്പെടുത്താൻ, അവനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അവനെക്കുറിച്ചാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ട്രാക്റ്റുകൾ, പുസ്തകങ്ങൾ സഹോദരനെ കൊണ്ട് വായിക്കുന്നത്. പറഞ്ഞു എന്ത് പറഞ്ഞത്? യേശുവിൻ്റെ അരികെ സാത്താൻ വന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ആവർത്തന പുസ്തകത്തിൽ നിന്ന് യേശു വചനമെടുത്ത് പറഞ്ഞു. അല്ലേരിയ. അപ്പൊ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വചനം, അല്ലേരിയ, ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനം. സാത്താൻ പരാജിതനായി. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവവചനമാകുന്ന മന്ന നിന്റെ അന്തരങ്ങൾക്കകത്തുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നീ സംഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള സാത്താനിശക്തി നിനക്കെതിരെ കുടുക്കു ചോദ്യമായിട്ട് കടന്നു വരും. എങ്കിൽ സാത്താനിശക്തി നിനക്കെതിരെ കുടുക്കു ചോദ്യമായിട്ട് വരുമ്പോൾ യേശുക്രിസ്തു സാത്താനെ പരാജയപ്പെടുത്തക്ക നീ മറുപടി പറഞ്ഞു പോലെ നിനക്ക് മറുപടി പറയണമെങ്കിൽ വചനമാകുന്ന മന്ന നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. നീ വചനത്തിൽ വസിക്കാത്തത് കൊണ്ടാണ്, വചനം വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിനക്ക് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവനെ പിശാചിന് തകർക്കാൻ കഴിയില്ല. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളൊന്ന് മടങ്ങി വാ. അല്ലേലിയ. അപ്പൊ ഇവിടെ എന്താണ് സ്തോത്രം? നമ്മൾ വചനം വായിച്ചത്. അല്ലേ സ്തോത്രം. അവൻ അല്ലയ്യ ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ച് സ്വർഗധാന്യം അവർക്ക് കൊടുത്തു. അവ ഈ മന്ന യേശുവാണ്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധാപൂർവം വായിക്കണം, ധ്യാനത്തോടെ ഉൾക്കൊള്ളണം, നിങ്ങളുടെ ജീവിതത്തിൽ അഭ്യസിക്കണം. സാത്താന്റെ സകല ശക്തികളെ നശിപ്പിക്കുവാൻ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി മാറണം. ശ്രാജനം കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി മാറിയതുപോലെ ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന കാട്ടുപോത്തിന്റെ നിന്റെ തകർക്കുന്ന ശക്തികളെ തകർക്കുവാൻ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി നീ മാറണം. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും പാൻമസാലകൾ, കഞ്ചാവും ചരസും ഹെയറോയിനും ഹാഷിഷും കറുപ്പും അതുപോലെ MDMA അടക്കമുള്ള സിന്തസിനടക്കമുള്ള ഗുളികളടക്കമുള്ള വിവിധ മേഖലകളിലൂടെ മനുഷ്യരെ തകർക്കുന്ന മയക്കുമരുന്നുകളുമായി നിന്റെ തലമുറയെ തകർക്കുവാൻ അല്ലേലിയ പിശാചുണ്ട്. ബാറുകൾ, ബീവറേജുകളും കള്ളുഷാപ്പുകളും പെരുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ പഞ്ചായത്തിനും അത് വന്നുകൊണ്ട് ഓരോ വാർഡ് തലത്തിലേക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ ദൈവജമാകുന്ന മന്ന കഴിച്ച് നീ കാട്ടുപോത്തിന്റെ ബലമുള്ളവനായി നിന്റെ കുടുംബം മാറണം. സാഹചര്യത്തെ വിടുവിച്ച ദൈവം. എന്നെ കേൾക്കുന്ന സ്നേഹിത, 2025 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മന്നയാകുന്ന ദൈവം യേശുവിടെ നിന്ന് രക്ഷയെ നീ പ്രാപിക്കണം. അത് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിനെ കഴിയുള്ളൂ. നിന്റെ വേദന മാറ്റുക, നിന്റെ പാപശാപം മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഭൂമിയിൽ ഒരു പ്രമാണങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവൻ യേശു മാത്രമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണുകൾ കടന്നു പോകുന്ന സ്നേഹിത, ദൈവം നിനക്കൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കുക. വിശ്വസിയോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ്, കർത്താവേ, രക്ഷ എനിക്ക് വേണം, മന്നയാകുന്ന ക്രിസ്തുവിനെ എനിക്ക് വേണം, മന്നയാകുന്ന വചനം എനിക്ക് വേണം. ഈ ലോകത്തെ പ്രതികൂലങ്ങളെ ജീവിപ്പാൻ അങ്ങനെയുള്ള മാത്രമേ കഴിയുള്ളൂ. വിശ്വസിക്കുന്നു, എന്റെ കുടുംബത്തിൽ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടു കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലായി 74 ലക്ഷത്തിന് ഗ്രാമങ്ങൾക്കകത്തായി കർത്താവ് 145 കോടിയിലെ ജനത്തിനായി ലോകരാജ്യ 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലെ ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ല മേധാവി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാരി പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങളുടെ ദ്വീപുകളെ ആദിവാസി ട്രൈബ് ലെവലിലെ ദ്വീപവാസികൾ ഓർക്കുന്ന കർത്താവേ, അമേരിക്കൻ വ്യോമസേന ഹൃദയത്തിൽ കാക്കുന്ന BCRP സൈന്യത്തിനായി ക്രമസമാധാന പാലകരെ പോലീസ് സെക്ഷനുകൾക്കായി സ്പോർട്സുകൾക്കായി തുടങ്ങി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് ഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകലമേൽ പുതുമേൽ ആരോഗ്യം വിദ്യാഭ്യാസ സാമ്പത്തികമേലായിരിക്കുന്ന എല്ലാ കോളേജുകൾ, ക്യാമ്പസുകൾ, ആശുപത്രികൾ ആയിരിക്കുന്ന എല്ലാ പാടത്തും പറമ്പിൽ കോളിയും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന സകല ജനത്തിനായി കർത്താവ് കരയിലും കടലും ആകാശമാർക്കും വാഹനോട് യാത്ര വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നവർക്കായി
സമൃദ്ധിയായി കടലോര വാസിൽ മത്സ്യം ആഴക്കടൽ കടന്നു പോയിരിക്കുന്നവർ, മതസാമൂഹ്യ സംസ്ഥാനത്തെ മാധ്യമ മീഡിയ സയൻസ് എഞ്ചിനീയർമാർ, പാവത്തിലും ശാപത്തിലും മദ്യത്തിലും മയക്കു ലഹരിക്ക് അടിപ്പെട്ട് തീവ്രവാദം ഭീകരവർഗീയവാദികളും ശൈശവത്തിലും മാനകവും യൗവനത്തിലും തടവടിയടിക്കുന്ന മഹാവ്യാധി മാരകമായ രോഗത്താൽ ഭാരപ്പെട്ട് ആക്സിഡന്റ് ഇറങ്ങുന്നവർ, അമ്മ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന താവി തലയെപ്പോഴും ഭൂമിയില്ലാതെ സ്ഥലമില്ലാതെ വീടില്ലാതെ ചെത്തി നടന്നു നേടുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കടക്കണിയാൽ ഭാരപ്പെടുന്ന നിരാശ നദിയുടെ ദുഃഖം തന്നെ മാനസിക പ്രയാസം കടന്നു പോകുന്നവർ, ജന്മനാ വൈകല്യമുള്ളവർ, കർത്താവ് വിവിധ വിഭാഗങ്ങളാൽ ശാപത്തിനും പാപത്തിലും സാത്താന്റെ പൂരിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, വിദേശ രാജ്യം കർഷകർ നൊമ്പരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥി വിടുവിക്കണമേ. കർത്താവ് യമനിൽ കർത്താവ് ആമയെ തൂക്കുകയറിനായി വിധിക്കപ്പെട്ട ആ നിമിഷത്തേക്ക് എന്നെ വധശിക്ഷ മാറ്റി എന്നെ എത്രയും പെട്ടെന്ന് കോടതി അവർ യമൻ സർക്കാർ മോചിപ്പിച്ച് എന്നെ നാട്ടിലേക്ക് പറഞ്ഞയപ്പാൻ ഈ സമയത്ത് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകത്തിൽ ഇതുപോലെ കർഷകർക്ക് ബന്ധിക്കപ്പെട്ട അനവധി ആളുകളുണ്ട്. അവരുടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അയക്കണമേ. സ്വർഗ്യമന്യായിരിക്കുന്ന വചനം കൊണ്ട് കർത്താവ് ജനത്തെ ബലപ്പെടുവാൻ, സാത്താന്റെ പൂരുകളെ അതിജീവിപ്പാൻ, ഈ പാപലോകത്തിന് ജനം വിടുവിക്കപ്പെട്ട് നിത്യത്തിന്റെ അവകാശിയെ സ്വർഗ്ഗകനാലിലേക്ക് പ്രവേശിപ്പാൻ ആത്മീയമന്നെ ഭക്ഷിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിലൂടെ ഈ ജനയാത്ര ചെയ്യുവാണ്ടയാകണമേ. പാപത്തോട്ട് മടങ്ങി വരണം, ശാപത്തോട്ട് മടങ്ങി ജനത്തെ രക്ഷ കൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.